ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുവിലെത്രയും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 24 അധ്യായം 42 മുതൽ 51 വരെയുള്ള വചനഭാഗങ്ങളിലൂടെ ഈശോ നമ്മളോട് സംസാരിക്കുന്നു. കരുതലുള്ള ദാസന്മാരായി നിലകൊള്ളുവാനായിട്ട്. അപ്പോൾ യജമാനൻ രാത്രിയുടെ ഏത് യാമത്തിൽ കടന്നു വന്നാലും ശ്രദ്ധയോടുകൂടെ അവന് വിരുന്നൊരുക്കി കാത്തിരിക്കുന്ന ദാസന്മാരെ പോലെ. അപ്പോൾ യജമാനൻ്റെ സ്നേഹം പിടിച്ചു പറ്റാൻ, സ്വർഗരാജ്യം ഇപ്രകാരം കരഗതമാക്കുവാനായിട്ട് എല്ലാ ലോകത്തിൻ്റേതായ മേഖലകളിൽ നിന്നെല്ലാം മുക്തി പ്രാപിച്ചുകൊണ്ട് തിന്നാനും കുടിക്കാനും അഹങ്കരിക്കാനും മതോന്മത്തരാകാനും പരിശ്രമിക്കാതെ ഭരമേൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾക്കനുസരിച്ച് ജീവിക്കുവാൻ. അതെ, ഇന്ന് വിശുദ്ധ അഗസ്തീനോസിൻ്റെ ഓർമ്മയാചരണത്തിലേക്ക് സഭമാതാവ് നമ്മെ ക്ഷണിക്കുമ്പോൾ വെറും തെമ്മാടിയായിട്ട് ജീവിച്ചിരുന്നു. യേശുവിലുള്ള വിശ്വാസമില്ലാതെ ഒരു സ്ത്രീയിൽ നിന്ന് പോലും കുഞ്ഞിനെ ജാരസന്ധതിയായി ജനിപ്പിക്കേണ്ടി വന്നവനാണ്. ആ പ്രിയ മാതാവ് മോനിക്ക പുണ്യവതിയുടെ തോരാതെയുള്ള കണ്ണുനീരിൻ്റെ, തിരുവൾത്താരയ്ക്ക് മുമ്പിലുള്ള കണ്ണുനീരിൻ്റെ ഫലമായിട്ടാണ് അഗസ്റ്റിന് മാനസാന്തരം സംഭവിച്ചത്. വെറും മാനസാന്തരമല്ല, ഒരു ക്രൈസ്തവ പുണ്യജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് ഒരു വൈദികനായി തീരുവാനും അതേപോലെ തന്നെ മെത്രാനായി മാറാനും അതേപോലെ തന്നെ തിരുസഭാ പണ്ഡിതൻ എന്നുള്ള ആ ഉയർത്തപ്പെടലിലേക്ക് കൂടി കടന്നു വന്നു. അപ്പോൾ ഒരു മാതാവിൻ്റെ കണ്ണുനീരിന് എന്തുമാത്രം വിലയുണ്ട്. അത് സുവിശേഷാത്മകമായ ജീവചൈതന്യത്തിലൂടെ തൻ്റെ മകനെയും ഭർത്താവിനെ നേടിയെടുത്തതാണ് വിശുദ്ധ മോനിക്ക പുണ്യവതി. വിശുദ്ധ അഗസ്തീനോസ് അങ്ങനെ ഒത്തിരി പ്രബന്ധങ്ങൾ, എഴുതിയാൽ തീരാത്തത്രയും പറഞ്ഞാൽ തീരാത്തത്രയുമായ കാര്യങ്ങൾ, പ്രത്യേകിച്ച് തൻ്റെ കോൺഫെഷൻസ് എന്നുള്ള ആ ഗ്രന്ഥം വായിക്കുമ്പോൾ തന്നെയും അതിലെ ആത്മീയത സൂക്തങ്ങൾ നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് തന്നെയാണ് ഒരു മനുഷ്യന് ദൈവത്തെങ്കിലേക്ക് തിരിച്ചു വരാനുള്ള അവസരങ്ങളുണ്ടാകുമ്പോൾ അത് പരിത്യജിക്കാതെ വിശുദ്ധിയോടെ ജീവിക്കാൻ. തീർച്ചയായിട്ടും അൾത്താരവണക്കത്തിലേക്ക് ഈ വിശുദ്ധന് ഉയർത്തപ്പെട്ടത് യജമാനനെ കാത്തിരുന്ന ദാസനായിട്ട് തന്നെയാണ്. നമുക്കിപ്രകാരമുള്ള ഒരു ജീവിതം നയിച്ചുകൊണ്ട് ദൈവോന്മുഖമായ ജീവിതത്തിന് മറ്റുള്ളവരെ കൂടെ പ്രോത്സാഹിപ്പിക്കുന്നവരാകാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.